നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് അടുത്തായിട്ട് കളിക്കാനുള്ളത് വമ്പൻ ടീമുകളോടാണ്. ബ്രസീലിനെതിരെ അവർക്ക് കളിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വരുന്ന ഘട്ടത്തിലാണ് അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ, ഡിഫൻസിലെ ശക്തി ദുർഗം ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്കേറ്റിരിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് നീണ്ടകാലം പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ. അദ്ദേഹത്തിന് ഈ കളികൾ മിസ്സായേക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ TYC സ്പോർട്സ് നൽകുന്നത്. അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനാണ് പരിക്ക്. സോ അത് സീരിയസ് ആണ് എന്നാണ് TYC സ്പോർട്സിന് ലഭിക്കുന്ന വിവരം എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ച് റൂബൻ അമോറിം പറഞ്ഞതും സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ് എന്ന് തന്നെയായിരുന്നു. വളരെ കൃത്യമായിട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങൾ ഉറുഗ്വായ്ക്കെതിരെ, ബ്രസീലിനെതിരെയുള്ള മത്സരങ്ങൾ മാർച്ചിൽ വരാനുണ്ട്. എവറിത്തിങ് സീംസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു കൗണ്ട് ഓൺ മാർട്ടിനസ്. ആ മത്സരങ്ങൾക്ക് മാർട്ടിനസിനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാ സൂചനകളുമെന്ന് അർജൻറ്റീനയിൽ പ്രമുഖ മാധ്യമമായിട്ടുള്ള TYC സ്പോർട്സ് എന്ന് പറയുന്നു. സോ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നർത്ഥം. റൂബൻ അമോറിം ഇന്നലത്തെ കളിക്ക് ശേഷം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ സംഭവം ഉണ്ടായത് നിങ്ങൾക്കറിയാം, ഇസ്മായിലെ സാറുമായിട്ട് ഒരു ബോളിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നത്. റൂബൻ അമോറിം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളിക്ക് ശേഷം പറഞ്ഞത്, ലിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു പ്ലെയർ എന്ന നിലയിൽ മാത്രമല്ല, ആസ് എ ക്യാരക്ടർ ഹീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ വളരെ ബാഡാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടർമാർ എന്തു പറയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഈസ് സീരിയസ്. നമ്മൾ ഇപ്പം കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിലൂടെ വ്യക്തത വരും. പക്ഷേ ഒരു കളിക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്കറിയാം ഒരു കാര്യം സംഭവിക്കും, അത് സീരിയസ് ആണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും ഞങ്ങളെല്ലാവരും ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അദ്ദേഹത്തെ സഹായിക്കാൻ തന്നെ തയ്യാറാണ്. ലിസാൻഡ്രോ മാർട്ടിനസ് വലിയ വേദനയിൽ ശരിക്കും കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് കളിക്കളം വിടുന്നത്. ആദ്യ മാത്രയിൽ തന്നെ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം അത് ഫീൽ ചെയ്തിട്ടുണ്ട് തനിക്ക് സീരിയസ് ഇഞ്ചുറിയാണ് എന്നുള്ളത്. എന്തായാലും ഇത് ഒരു വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.